ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നോമ്പുകാല ചിന്തകളിലേക്ക് കിടക്കാം. നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിലെ 22-23 വചനങ്ങൾ വായിക്കും. കാരണം കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും. സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും. നിങ്ങൾ ജാഗരൂകരായിരിക്കുകയും ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അത് ഏതെങ്കിലും വെല്ലുവിളിക്ക് ഉള്ള ഉത്തരമായോ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയോ ഒരിക്കലുമായിരുന്നില്ല. യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ കരുണയുടെയും കരുതലിൻ്റെയും കരുത്തിൻ്റെയും പ്രകടനങ്ങളായിരുന്നു. അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെങ്കിലും അതൊന്നും അധികം ആരെയും വിശ്വാസത്തിലേക്ക് നയിച്ചില്ല എന്ന് അനൽപമായ ദുഃഖത്തോടെ യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിൽ 37-ാം തിരുവചനത്തിൽ അങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുമ്പാകെ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. അതേസമയം തെറ്റായ പ്രബോധനങ്ങളുമായി വരുന്ന വ്യാജ പ്രവാചകന്മാരും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണം എന്ന് യേശു തന്നെ മുന്നറിയിപ്പും നമുക്ക് നൽകിയിട്ടുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് വിശുദ്ധിയുടെയും ദൈവത്തോടുള്ള വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണമെന്നില്ല. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോവുവിൻ. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. എന്നും പ്രസക്തമായ താക്കീതും മുന്നറിയിപ്പുമാണത്. അത്ഭുതങ്ങളെന്നും തോന്നുന്നതെല്ലാം തന്നെ, ഏതെല്ലാം അത്ഭുതങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് അത്ഭുതങ്ങളായി തോന്നുന്നതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ദൈവിക ശക്തിയും കരുണയും വെളിപ്പെടുത്തുന്ന അടയാളങ്ങളാകണമെന്നില്ല. അത്ഭുത പ്രവർത്തകരും പ്രത്യേക സ്ഥിതിയുള്ള സിദ്ധന്മാർ ഇന്ന് ധാരാളമുണ്ട്. അനേകർക്ക് അവർ നന്മ ചെയ്യുന്നുമുണ്ട്. എന്നാൽ അത്ഭുതങ്ങൾ തേടിയുള്ള പ്രയാണം പലപ്പോഴും പ്രലോഭകന്റെ വലയിൽ വീഴാനിടയാക്കും എന്നതും നമുക്ക് മറക്കാനാവില്ല. വ്യക്തികളും പ്രാർത്ഥനാ ധ്യാന കേന്ദ്രങ്ങൾ ഇക്കാര്യത്തിൽ നിതാന്തമായ ജാഗ്രത പാലിക്കണം. ആൾക്കൂട്ടത്തെ ആകർഷിക്കാനുള്ള ഒരു മാർഗമായി അത്ഭുതങ്ങളെ കാണരുത്. അത് ദൈവകോപത്തിനും അല്ലെങ്കിൽ ദൈവിക ചിന്തകൾക്കും എതിരായിട്ട് മാറുന്ന ഒരു പ്രവർത്തനമായി മാറും. മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവരാകാനുള്ള ശ്രമവും ഈ പ്രലോഭനത്തിന്റെ പരിധിയിൽപ്പെടും. ഏറ്റവും വലിയ ദേവാലയ ഗോപുരം, ഏറ്റവും ഗംഭീരമായ തിരുനാളാഘോഷം, ഗിന്നസ് ബുക്കിൽ ഇടം തേടുന്ന പ്രദർശനങ്ങൾ, ആഡംബര കാറുകൾ, വീടുകൾ, വിരുന്നുകൾ എല്ലാം സ്വന്തം വലിപ്പം കാണിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാവാം. അതും പ്രലോഭനമായി തിരിച്ചറിയണം. വിശ്വാസത്തിന്റെ പേരിൽ അനാവശ്യമായ സാഹസങ്ങൾക്ക് മുതിരുന്നതും പ്രലോഭനങ്ങൾ തന്നെ. ഇവയൊക്കെ തിരിച്ചറിഞ്ഞ് വേണ്ടത് ശരിയായ രീതിയിൽ ആത്മീയമായ തിരിച്ചറിവോടുകൂടി ജ്ഞാനത്തോടുകൂടി അത് തിരസ്കരിക്കാൻ ഈ നോമ്പ് കാലം നമുക്ക് സഹായിക്കട്ടെ. അതിനുവേണ്ടത് ആത്മീയ ജ്ഞാനമാണ്. ജ്ഞാനം നമുക്ക് ലഭിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ആ ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ എന്താണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവെ, പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ ജ്ഞാനം ഈ നോമ്പ് കാലത്ത് ഞങ്ങൾക്ക് നൽകണമേ. അതിലൂടെ ശരിയായ വിധത്തിൽ അങ്ങേ ആരാധിക്കാനും അങ്ങേ മനസ്സിലാക്കാനും അതോടുകൂടി തെറ്റായ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാതെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.